ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ കില്ലിംഗ് നെയിമായിട്ട് ചെയ്യുമ്പോൾ പല ഫോണ്ടുകളായിരിക്കുമല്ലോ ഓരോ നെയിമിനും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫോൺ സ്പേസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ താഴെ തന്നെ വരും ഫോൺ സ്പേസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനകത്തൊരു വെരിഫിക്കേഷൻ വരും, നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ടിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഏതാണോ നെയിം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഗായു എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നെയിം ടൈപ്പ് ചെയ്തിട്ട് ഡണ്ണെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള ഒരുപാട് ഫോണ്ടിലുള്ള ഇത് കാണാൻ പറ്റും. ഇത് ഒരുപാട് പേജസും കാണും. നമുക്കത് നോക്കി നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിൽ വന്നിട്ട് ആ സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് സ്റ്റൈൽസ്, ഒത്തിരി ടൈപ്പിലുള്ള ഫോണ്ട് സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ഏത് ഫോണ്ട് സ്റ്റൈലാണോ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലിലുള്ള ഫോണ്ടായിരിക്കും താഴെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനും പറ്റുമേ. ഈ നെയിമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻ്റർഫേസ് വരും. അവിടെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് താഴോട്ടത് വരുന്നതായിരിക്കും ആ നെയിം. അതിൽ നിന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക. ഇനി ട്രേസ് ആർട്ട് എന്നൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിലിവിടെ തന്നെ ഫോട്ടോസ് ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അവിടെ നിന്ന് നമ്മളത് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ തന്നെ ഈ പോയിൻ്റ് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ തിക്നെസ്സൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഇതിനെ വലുതും ചെറുതുമാക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് വലുതും ചെറുതുമാക്കി കൊടുക്കാം. ഇതിലേറ്റവും താഴെയായിട്ട് യെല്ലോ കളറിൽ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം കേട്ടോ പേപ്പർ. ഈ പേപ്പറാണ് ഇനി നമ്മുടെ മെയിൻ ഷീറ്റിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഈ നമ്മൾ ട്രേസ് ചെയ്തെടുത്ത നെയിമിൻ്റെ മുകളിൽ കൂടെ കട്ടിക്ക് എഴുതി കൊടുത്താൽ മതി. അതിനകത്ത് നമുക്ക് കിട്ടും. അതിലാണ് നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പിൽ വേർഡ് ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ കൂടുതലും അതിൽ തന്നെ ചെയ്യുന്നത്. ചിലപ്പോൾ വേർഡിൽ വെച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ ഫോൺ സ്പേസ് ഫോൺ ജനറേറ്ററിൽ അത് യൂസ് ചെയ്തും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.